ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഭയന്നാണ് ബി.ജെ.പി. ദില്ലിയിൽ പുതുമുഖങ്ങളെ അവതരിപ്പിച്ചത്. ദില്ലിയിൽ ഇന്ത്യ മുന്നണി വലിയ വെല്ലുവിളി ഉയർത്തുമെന്നാണ് വിലയിരുത്തൽ. രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ബി.ജെ.പി. ആരംഭിച്ചു. കോൺഗ്രസിന്റെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി നാളെ യോഗം ചേരും. ദില്ലിയിൽ ബി.ജെ.പി. പ്രഖ്യാപിച്ച 5 സ്ഥാനാർത്ഥികളിൽ 4 പേരും പുതുമുഖങ്ങളാണ്. ഹർഷവർദ്ധൻ, മീനാക്ഷി ലേഖി, ഗൗതം ഗംഭീർ അടക്കമുള്ളവരുടെ പ്രവർത്തനത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് തൃപ്തിയില്ല. നമോ ആപ്പ് വഴി ലഭിച്ച അഭിപ്രായങ്ങളും സിറ്റിംഗ് എംപിമാർക്ക് എതിരായിരുന്നു. കോൺഗ്രസ് AAP സഖ്യം മത്സരിക്കുന്ന സാഹചര്യത്തിൽ എംപിമാർക്കെതിരായ വികാരം കൂടി പ്രതിഫലിച്ചാൽ പ്രധാന മണ്ഡലങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ബി.ജെ.പി. വിരുദ്ധ വോട്ട് വിഭജിച്ചു പോകാത്ത സാഹചര്യവും പാർട്ടി വിലയിരുത്തി. ഇനി ദില്ലിയിൽ പ്രഖ്യാപിക്കാനുള്ള 2 സീറ്റുകളിൽ ഒരെണ്ണത്തിൽ മാത്രമാകും സിറ്റിംഗ് എംപി മത്സരിക്കുക. രണ്ടാം ഘട്ട പട്ടിക ഈ ആഴ്ച തന്നെ ഉണ്ടാകും എന്നാണ് വിവരം. ബുധനാഴ്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി വീണ്ടും യോഗം ചേരും. 100 സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. ഭൂരിഭാഗം PCCകളും ഇതിനോടകം ഹൈക്കമാൻഡിന് പട്ടിക കൈമാറി. തർക്കങ്ങളില്ലാത്തതും സിറ്റിംഗ് എംപിമാർ മത്സരിക്കുന്നതുമായ മണ്ഡലങ്ങൾ ആദ്യം പ്രഖ്യാപിക്കും. കേരളത്തിന്റെ ചർച്ചകൾക്കായി K. സുധാകരനും VD സതീശനും ദില്ലിയിലെത്തും. റിപ്പോർട്ടർ, ദില്ലി.